മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം. അതുകൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇതിന്റെ രീതി വ്യത്യസ്തമാണ്. പക്ഷെ ആ രീതി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും ആ വഴിയിൽ നിന്ന് തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഹയാത്തു സഹാബ അത് കൂടുതലായി പ്രവർത്തകര് വായിച്ചുകൊണ്ടേയിരിക്കണം. എത്രത്തോളം യാത്രകളിൽ പോലും നമ്മളിത് വായിക്കണം. ഇൻഫ്രാദിയായ നിലയിൽ ഏകാഗ്രതയോടുകൂടി നമ്മൾ ഏകാന്തമായിട്ടിരുന്ന് നമ്മൾ ഈ പുസ്തകം വായിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ദീനിന്റെ പരിശ്രമത്തിന് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ സഹാബാക്കളുടെ സംഭവങ്ങളെ നമ്മൾ തട്ടിച്ചു നോക്കുകയും ചെയ്യണം. ഈ നിലയിൽ നമ്മൾ നബുവത്തിന്റെ വഴിയിൽ പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ വഴി തസ്കിയത്തിന്റെ, തർബീയത്തിന്റെ, ഇസ്ലാഹിന്റെ ഒക്കെ ഉറച്ച വഴിയാണ്. കാരണം ഇത് അല്ലാഹു തആല നേരിട്ട് നൽകിയ വഴിയാണ്. അമ്പിയാക്കളുടെ എല്ലാം നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാണ്. വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് തസ്കിയത്തിന് വേണ്ടിയോ തർബീയത്തിന് വേണ്ടിയോ ഇസ്ലാഹിന് വേണ്ടിയോ ഇടത്തോ വലത്തോ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ വരികയില്ല. കാരണം ബാക്കി എല്ലാ വഴികളും ഇതിന്റെ എത്രയോ താഴെയുള്ള പടിയുള്ള വഴികളാണ്. ഇതാണെങ്കിലോ 100% ഉറപ്പായിട്ട് ഹിദായത്തിനെ, തർബീയത്തിനെ, തസ്കിയത്തിനെ വഴി ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അതിനുവേണ്ടി നൽകപ്പെട്ട വഴിയാണ്. അതുകൊണ്ട് നമ്മൾ ഹയാത്തു സഹാബ കൂടുതലായി അൽഹംദുലില്ലാഹ് മലയാളത്തിലെ നല്ലൊരു ഭാഗം തർജ്ജമ കഴിഞ്ഞു. മൗലാന അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി കണ്ടിരുന്നു യാത്രയിൽ തന്നെ. അത് തർജ്ജമ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് കഴിയുന്ന നേരത്തെ അല്ലാഹു തആല അദ്ദേഹത്തിന് അത് ഏറ്റവും നല്ല നിലയിൽ എളുപ്പമായി അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ നിലയിൽ ഖിയാമത്ത് നാൾ വരെ പ്രയോജനപ്പെടുന്നതിൽ പൂർത്തീകരിച്ചു നൽകുകയാണ്. ഇപ്പൊ നമ്മളുള്ള ഭാഗങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഓരോ പ്രവർത്തകരും നമ്മൾ താലീമിന്റെ കിതാബ് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ വീടുകളിൽ ഹയാത്ത് സഹാബമാണ് നമ്മൾ ദിവസവും വായിക്കാനുള്ള പരിശ്രമം ചെയ്യണം. പ്രാവശ്യം നാദർ അലി ഖാൻ സാഹിബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 20 മിനിറ്റ് ഹയാത്ത് സഹാബ വായിച്ചിട്ടേ ഉറങ്ങാവുന്നതാണ്. വളരെ വർഷം മുമ്പ് പറഞ്ഞ ഇപ്രാവശ്യം ഹയാത്ത് സഹാബയിൽ അരമണിക്കൂറോളം സാദ് മൗലാന വീണ്ടും ഈ കാര്യം എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാം തയ്യാറാണല്ലോ. ഇത് നമ്മുടെ പ്രവർത്തകരെ നമ്മൾ അറിയിക്കണം. നമ്മുടെ മഹലിൽ അതേപോലെ നമ്മുടെ സംഘുദാരികളിലുള്ള പ്രവർത്തകരെ നമ്മൾ അറിയിക്കണം. ആമായ നിലയിൽ ഹയാത്തു സഹാബ നമ്മൾ വായിക്കുന്നവരായി മാറണം. ഇൻഫ്രാദിയായിട്ട് എന്തുകൊണ്ട് ദീനിന്റെ പരിശ്രമം അത് ഹയാത്തു സഹാബയിൽ കൂടി യഥാർത്ഥമായ ഉസൂലുകളിലേക്ക് വരണം. അതുപോലെ മുന്തഖബ് അഹാദീസ് 6 കാര്യങ്ങളുടെ ആ കിതാബിൽ കൂടി ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഇസ്തിദാ നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആരോ പറഞ്ഞു നിങ്ങൾ ദഅവത്തിന്റെ ഉസൂലുകൾ എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ മൗലാന പറഞ്ഞ മറുപടി ഞാനതിന് അർഹനല്ല എന്നാണ്. അതൊരു വിനയത്തിന്റെ മറുപടിയാണ്. എന്നിട്ട് അതിന്റെ ഉത്തരമായിട്ടാണ് ബഹുമാനപ്പെട്ട മൗലാന ഈ കിതാബ് ക്രോഡീകരിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ടൊന്നും അതിൽ എഴുതി ചേർത്തിട്ടില്ല. വിഷയങ്ങളെ ക്രോഡീകരിച്ചിരിക്കുകയാണ്, ഹദീസുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഹയാത്ത് സഹാബയുമായിട്ടുള്ള ബന്ധം അതിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹിയുടെ ഒരു ബയാനിൽ പറയുകയുണ്ടായി, മനുഷ്യന്റെ ഹർക്കത്ത്, ചലനം അതൊരു വലിയ നിഅമത്താണ്. ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മ എന്ത് പറയുന്നു? അനങ്ങുന്നു, ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. ആള് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ആ ഹർക്കത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരാൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അയാളുടെ ചലനം അവസാനിക്കുമ്പോഴാണ് അയാൾ മരിച്ചു എന്ന് നമ്മൾ പറയാം. ഈ ചലനം ഒന്നുകിൽ നമ്മൾക്ക് ഹക്കിന്റെ വഴി ചെലവഴിക്കാം, സത്യത്തിന്റെ വഴി, അല്ലെങ്കിൽ അതിനെ അസത്യത്തിന്റെ വഴി ചെലവഴിക്കാം. ഏത് വഴിയാണോ സ്വീകരിച്ചത് അതിന്റെ അന്ത്യത്തിലായിരിക്കും നമ്മൾ ചെന്ന് അവസാനിക്കുന്നത്. അവിടെ അല്ലാഹു തന്ന ജീവിതത്തിലെ ചലനങ്ങളെ നമ്മൾ സത്യത്തിന്റെ വഴിയിൽ തന്നെ ചെലവഴിക്കണം. അതിലൊരു കാര്യം എന്താണ്? ദീനിന്റെ ഈ പരിശ്രമത്തിൽ ദുനിയാവിന്റെ യാതൊരു കളങ്കങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ ലക്ഷ്യമാക്കാൻ പാടില്ല. സഹാബാക്കളോട് അവർ ചെന്ന നാട്ടിലെ ആളുകൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ എന്താണ് വേണ്ടത്, എന്തിനാണ് ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? അവർ പറഞ്ഞ മറുപടി എന്താണ്? ദുനിയാവിന്റെ ഒരു ആവശ്യം അവർക്കില്ലായിരുന്നു. ഇന്നമാ ഹിമമുനാ അൽ ആഖിറ, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആഖിറമാണ്. ആഖിറത്തിന്റെ ചിന്തയോടുകൂടിയാണ് അവർ ദീനിന്റെ പരിശ്രമം ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയത്തിൽ വരുന്ന ഒരാളുടെ ഹമ്മ്, ഒരാളുടെ വേദന, ചിന്ത, ദുഃഖമൊക്കെ ഒരു കാര്യത്തെക്കുറിച്ചായി, ആഖിറത്തിന്റെ കാര്യത്തെക്കുറിച്ച്. എങ്കിൽ അയാളുടെ ദുനിയാവിന്റെ എല്ലാ ഹമ്മുകൾക്കും അല്ലാഹു ആ മനുഷ്യന് മതിയായവനായിത്തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് വുജൂദ് ദഅവത്ത് നിലവിൽ വരിക. അമ്പിയാക്കൾ വന്നു, അവർ കാരണമായി ദഅവത്ത് നിലവിൽ വന്നു. രണ്ടാമത്തെ ഘട്ടം വഖഫ് തർബിയത്ത്. ദഅവത്ത് നിലവിൽ വരുമ്പോൾ ദഅവത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് പല നിലയിലുള്ള പരീക്ഷണങ്ങളും
അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അവരുടെ മുമ്പിൽ വരും. അപ്പൊ അത് അവർക്ക് തർബീയത്തിന്റെ ഒരു ഘട്ടമാണ്. അതിലവർ ഉറച്ചു നിന്നാൽ പിന്നെ ഇദ്ഹാർ നുസ്രത്ത്, അള്ളാഹുവിന്റെ ഗൈബിയായ നുസ്രത്ത് അത് വെളിവാക്കപ്പെടും. പിന്നെ അതിനുശേഷം ഫൈസലെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ നുസ്രത്തിനെ കണ്ട് സത്യം തെളിഞ്ഞിട്ടും പിന്നെയും ഹക്കിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ബാത്തിലിന്റെ ആളുകൾ അള്ളാഹു തആല അവന്റെ ഖുദ്റത്തുകൊണ്ട് അവരെ നശിപ്പിച്ചാണ്. ഇത് ദീനിന്റെ പരിശ്രമത്തിന്റെ ഘട്ടങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ദീനിന്റെ ഈ പരിശ്രമത്തിൽ അടിസ്ഥാനപരമായ 3 ഉസ്സൂലുകളുണ്ട്. അതിനെ മുറുകെ പിടിക്കുന്നതോളം നമ്മൾ എല്ലാ ഖൈറുകളിലുമായിരിക്കും. അതിലേതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ അപകടത്തിലായിരിക്കുമെന്ന് പറയുകയുണ്ടായി. അതിൽ ഒന്നെന്താണ്? ഒന്ന് ഇഖ്ലാസ്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ അടിമകളായി നമ്മൾ ചെയ്ത ഈ പരിശ്രമം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തെ കാര്യം ആപസ് കി ജോഡ്, പരസ്പരം യോജിപ്പോടുകൂടി മുഹബ്ബത്തോടുകൂടി സ്നേഹത്തോടുകൂടി ദീനിന്റെ പരിശ്രമം നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ കാര്യം ബാഹമി മഷൂറ, ദീനിന്റെ പരിശ്രമത്തിന്റെ എല്ലാ കാര്യങ്ങളെയും പരസ്പരം നല്ല നിലയിൽ മഷൂറയിൽ കൂടി നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തി അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ് ദീനിന്റെ പരിശ്രമത്തിൽ നമ്മൾക്ക് സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. 3 കാര്യങ്ങൾ: ഇഖ്ലാസ്, പരസ്പരമുള്ള യോജിപ്പ്, ആപസ് കി ജോഡ്, മൂന്നാമത്തത് ബാഹമി മഷൂറ. ഈ 3 കാര്യങ്ങൾ ദീനിന്റെ പരിശ്രമത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹു തന്ന ഈ നിഅമത്ത് ഇതിനെ നമ്മൾ വിലമതിക്കുകയും ഇതിന് നന്ദി കാണിക്കുകയും ചെയ്യണം. സബഅ് ഗോത്രത്തിന്റെ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുത്തിൽ അവർക്ക് പഴവർഗ്ഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ നൽകി നേർമാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി പ്രവാചകനെ അയച്ചു. പക്ഷെ അവർ നന്ദി കെട്ടവരായി, നിഷേധികളായി. അള്ളാഹുവിന്റെ ശിക്ഷ അവരെ മുഴുവൻ നശിപ്പിച്ചാണ്, അവരെ തോട്ടങ്ങളോടൊപ്പം. അപ്പൊ പഴവർഗ്ഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ നൽകിയതിനെ നന്ദി കാണിക്കാതെ നിഷേധികളായാൽ ഇത്ര വലിയ ശിക്ഷയാണെങ്കിൽ അള്ളാഹു തന്ന ഈ നിഅമത്തിന് നമ്മൾ നന്ദി കെട്ടവരും നിഷേധികളുമായി കഴിഞ്ഞാൽ എത്ര വലിയ ശിക്ഷയായിരിക്കും. ആദ്യ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പിന്നെ ഖുലഫാ റാഷിദീങ്ങളുടെയൊക്കെ കാലഘട്ടം, ആ കാലഘട്ടത്തിന് ശേഷം അൽഹംദുലില്ലാഹ് ലോകത്ത് ദീനിന്റെ പരിശ്രമം പലരും ചെയ്തിട്ടുണ്ട്. വ്യക്തികളായിട്ടും സംഘടനകളായിട്ടും രാജ്യങ്ങളിൽ ചിലപ്പോൾ 2-3 വൻകരകളിലൊക്കെ പഴകിക്കുന്ന നിലയിൽ ദീനിന്റെ പരിശ്രമം നടന്നിട്ടുണ്ട്. 1-2 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതൊക്കെ തളർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമം അത് ആദ്യത്തെ കാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലോകം മുഴുവനും ഒരു ഉസൂലിന്റെ കീഴിൽ, ഒരു ഇമാറത്തിന്റെ കീഴിൽ ഒരേ രീതിയിൽ ദീനിന്റെ പരിശ്രമം ചെയ്യും. നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും അത് അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമം അൽഹംദുലില്ലാഹ് അനുസരണയോടുകൂടി ഒരു വഴിയിൽ നടക്കുക. ഹജ്ജിന്റെ യാത്രയിൽ നമ്മൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ലോകത്തിലെ എല്ലാ രാജ്യക്കാരും നമ്മുടെ അക്കാബര്യങ്ങൾ എടുത്ത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ പരിശ്രമത്തിന്റെ കാര്യങ്ങൾ വരെ ചോദിച്ച് മനസ്സിലാക്കി അതോടുകൂടി അനുസരണയോടുകൂടിയാണ് അവർ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തു ഈ പരിശ്രമമായിട്ട് അള്ളാഹു തആല നമ്മൾ ഈ കാലഘട്ടത്തിൽ ബന്ധപ്പെടുത്തി നമ്മുടെ നാടുകളിൽ. അതുകൊണ്ട് ഇതിന്റെ ശുക്ർ എന്താണ്? ഇസ് കാം കാ ശുക്ർ ഇസ്കി തഖാസോ കോ പൂരാ കർനാ ഹൈ എന്ന് പറഞ്ഞു. ഈ പരിശ്രമത്തിന്റെ നന്ദി എന്ന് പറയുന്നത് ഈ പ്രവർത്തനത്തിന്റെ ആവശ്യങ്ങൾ, അതിന്റെ തഖാസകളെ നമ്മൾ പൂർത്തീകരിക്കലാണ്. അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടാൻ നമ്മളോട് പറയപ്പെട്ടു, അതിന്റെ സന്ദർഭം വന്നു, അതിന്റെ ഒരു ആവശ്യം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ തയ്യാറാവണം. നമ്മുടെ കാര്യങ്ങളെയാണ് നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ നീക്കേണ്ടത്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെ മുന്നോട്ടോ പിന്നോട്ടോ നീക്കി വെക്കണം. ദീനിന്റെ തഖാസകളെ മുന്നിൽ വെക്കണം. അതേപോലെ 40 ദിവസം 4 മാസം പുറപ്പെടേണ്ട സമയമായി, ആ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ വഴി പുറപ്പെട്ടു പോകണം. മാസത്തിൽ 3 ദിവസം പുറപ്പെടേണ്ട സമയമായി, 3 ദിവസം പുറപ്പെട്ടു പോകണം. അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടുന്നതിനല്ല നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ നീക്കേണ്ടത്. പിന്നെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെയാണ് നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ നീക്കണം. കാർഗുദാരി പറയുന്ന സമയത്ത് എത്ര പേര് 4 മാസം പോയി? അത് ഇപ്പോഴേ മുത്തഹരിക്ക് എത്ര, ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെത്ര, ചില്ല എത്ര പേര് പോയി? ഇപ്പൊ മേവാത്തിലേക്ക് 1.25 ലക്ഷം ആളുകൾ ചില്ല പോയിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ മുത്തഹരിക്ക് എത്ര? ഇത് വായിക്കുകയുണ്ടായി. അപ്പൊ വായിക്കുന്ന ആളോട് ചോദിച്ചു, മുത്തഹരിക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? പ്രവർത്തിക്കുന്ന ആള് എന്ന് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ആരെയാണ്? പറഞ്ഞു ഏതെങ്കിലും നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, ഏറ്റവും ചുരുങ്ങിയത് ഖുറൂജ് കാ തഖാസ പൂരാ കർ റഹാ ഹൂം. മുത്തഹരിക്ക് ഒരാളെ പറയണമെങ്കിൽ, പ്രവർത്തിക്കുന്ന ആൾ എന്നൊരാളെ നിങ്ങൾ എണ്ണം ചേർക്കണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും ചുരുങ്ങിയത്
അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടുന്നതിന്റെ തക്കാസകളെങ്കിലും അദ്ദേഹം പൂർത്തിയാക്കണം. എന്ന് പറഞ്ഞാല് വർഷത്തിലെ ചില്ല, മാസത്തിലെ 3 ദിവസം മുടങ്ങാതെ പോകുന്ന ആളുകൾ മാത്രമേ മുത്തഹരിക്കായി എഴുതണ്ടു എന്ന് പറയും. ഇത് നമ്മളെ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അൽഹംദുലില്ലാഹ് ദീന്റെ പരിശ്രമത്തിന്റെ അല്പവും വളരെ കൂടുതലാണ്, കൂടുതലും കുറവാണ്. ഇസ്ലാം കാ തോടാ ബി ബഹുത് ഹേ, ബഹുത് ബി തോടാ ഹേ. എന്താണോ നമ്മൾ ചെയ്യുന്നത് അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മഹാന്മാരുടെ മുമ്പിൽ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്ര എന്ന് പറയുമ്പോൾ നമ്മളും കൂടെ ഒന്നായിട്ട് വരണമെങ്കിൽ നമ്മൾ ചില്ല പോകുന്നവരായിരിക്കണം, വർഷത്തിൽ ചുരുങ്ങിയത്. പിന്നെ മാസത്തിൽ 3 ദിവസം മുടങ്ങാതെ പോകുന്നവരായിരിക്കണം. എന്നാലേ നമ്മളെ പേര് മുത്തഹരിക്കിൽ വരുള്ളൂ, അവിടെ ഒന്നായിട്ട്